ഇന്ന് നമ്മൾ കാണുന്ന ഈ സുന്ദരമായ സ്ഥലം ഒരു സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ചൊരു സ്ഥലമായിരുന്നു. എന്താണെന്നല്ലേ? വാ പറയാം. അതിനു മുന്നേ ഹേ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗെദർ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഒരു സൺഡേ ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ടൈപ്പ് വ്ളോഗാണ്. ഞങ്ങൾക്ക് പൂനെയിൽ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി അറിയാത്ത നാട് ഭാഷയൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവാനും കുറച്ച് പാടാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 4ാമത്തെ ഫ്ലാറ്റിൽ നിന്ന് 5ാമത്തെ ഫ്ലാറ്റിലേക്ക് മാറാൻ പോകുമ്പോഴാണ് KL രജിസ്ട്രേഷൻ വണ്ടി കാണുന്നതും മലയാളിയല്ലേ എന്ന് ചോദിക്കുന്നതും ഫ്രണ്ട്സ് ആവുന്നതും. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് കടക്വാസ്ല ഡാമിലേക്കാണ്. സൺഡേ ചുമ്മാ ഒന്ന് കറങ്ങി തിരിച്ച് വരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു റോട്ടിൽ. അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം സമയം കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയോടത്ത് തന്നെ തുടങ്ങും. എങ്ങനെയാണ് ഈ സ്ഥലം ആൾക്കാർ മാറ്റിമറിച്ചെന്നുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഞാൻ ജനിക്കണേക്കാട്ടൊക്കെ മുന്നേ, 1961 നല്ലോണം അങ്ങോട്ട് മഴ പെയ്തു. ആ മഴ കാരണം അപ്സ്ട്രീമിലുള്ള പഞ്ചറ്റ് ഡാം ഉണ്ടായിരുന്നു. അത് തകർന്ന് അവിടുത്തെ വെള്ളം മുഴുവനും കടക്വാസൽ ഡാമിലെത്തി. ഡാം കുറേ നേരം വെള്ളമൊക്കെ പിടിച്ചു വയ്ക്കാൻ നോക്കിയെങ്കിലും ഡാം തകർന്നു. പൂനെയിൽ മൊത്തം ഫ്ലഡായി. ആ ഫ്ലഡിൽ പൂനെക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഇന്ന് കടക്വാസല ഡാം പൂനെയുടെ മെയിൻ വാട്ടർ സോഴ്സിലൊന്നാണ്. ഇവിടെ നിന്നാണ് പൂനെയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത്. പറഞ്ഞു വന്നാൽ ഞങ്ങൾ കുടിക്കുന്ന വെള്ളമൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണെന്ന് സാരം. കുടിവെള്ളം മാത്രമല്ല, വീക്കെൻഡ് ആകുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഈ കടക്വാസല ഡാം. ചെറിയ ചാറ്റൽ മഴയത്ത് ഒരു കയ്യിൽ ചായയും മറുകയിൽ പക്വട അല്ലെങ്കിൽ ബജ്ജി കയ്യിൽ പിടിച്ചിരിക്കണ്ട, ചായ കുറച്ചങ്ങോട്ട് കുടിക്കുക, ബജ്ജി കഴിക്കുക, പിന്നെ ഈ വ്യൂ, ആഹാ അന്തസ്. അതിനു വേണ്ടിയാണ് ആൾക്കാർ വീക്കെൻഡിൽ ഇവിടെ വരണത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കുള്ളത്. കണ്ടില്ലേ ആ റൂട്ടിലെ തിരക്ക്? അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോയാൽ ഞങ്ങൾ വലിയൊരു ട്രാഫിക്കിൽ പെട്ടു. ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ ട്രാഫിക് ഒന്ന് വിട്ടങ്ങോട്ട് പോരാൻ. മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഇന്ന് എന്താണോ ഇത്രയും വലിയ തിരക്ക്? ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞങ്ങൾ ട്രാഫിക്കും വെള്ളമൊക്കെ കഴിഞ്ഞ് നേരെ മല്ലു സ്റ്റോറീസിലേക്ക് അങ്ങോട്ട് വിട്ടു. പൂനെയിൽ നമുക്ക് കേരള ഫുഡ് കിട്ടൽ പൊതുവേ കുറവാണ്. കിട്ടും, ഇല്ല എന്നല്ല, മന്തിയൊന്നും ഇവിടെ കിട്ടലേ ഇല്ല. പക്ഷേ ഈ കടയിൽ മന്തി കിട്ടും. ഈ കടന് എത്ര ദൂരമായാലും മന്തി കഴിക്കാൻ ഞങ്ങൾ ഓടി വരും. അങ്ങനെ അത് തന്നെയാണ് ഇന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി ഞെക്കിക്കോ. അപ്പം ഇനി അടുത്ത സൺഡേ നമുക്ക് കാണാം. ബൈ.